എല്ലാവർക്കും നമസ്കാരം. ടർബോ കുടുംബത്തിൻ്റെ സ്വാഗതം റിഹേഴ്സലിൽ നേരുകയാണ്. നമ്മുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. ഇതൊക്കെയാണ് ജോസേട്ടായിയുടെ നാട്ടിലെയും ജോസേട്ടായിയുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അറ്റത്തുനിന്ന് ആളുകൾ ഓരോരുത്തരോരോരുത്തരോട് സംസാരിച്ചു കൊടുക്കും, അവരെ സ്വയം പരിചയപ്പെടുത്തും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാനിതിൽ സിജു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജോസേട്ടായുടെ പിള്ളേരിൽ ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റോൺ ആണ്. മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ. ക്രിസ്റ്റോ ആണ് ബ്രഹ്മയുഗത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇത് 4ാമത്തെ പടമാണ്. ഓരോ പടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ 2ാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒപ്പം, മമ്മൂക്കയുടെ ഒപ്പം. ജെറി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ല എന്ന് MMT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഓരോരുത്തർക്ക് കൊടുക്കാം, അടുത്ത ആൾക്ക് കൊടുക്കാം. ഹലോ, എൻ്റെ പേര് അമിന നിജാം. ഞാൻ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമാവുന്ന എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ മൂവി. ഈ പടത്തിൽ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ് ബി ഷെട്ടിയാണ്. സോ I work as actor and writer and director in Kannada. ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വെട്രിവേൽ ഷൺമുഖസുന്ദരം. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതിക്ക് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിങ്ക് ദ ഹോൾ ടീം ഇൻക്ലൂഡിംഗ് മെഗാസ്റ്റാർ മമ്മൂട്ടി സർ ആൻഡ് ദ ഡയറക്ടർ were so cooperative and helpful. I'll be very thankful to the audience of Kerala and to the response they are giving to the trailer and to the character. Thank you. തിരക്കഥാകൃത്താണ്. വൈശാഖേട്ടൻ്റെ കൂടുതൽ ആദ്യത്തെ സിനിമയാണ്. നമുക്കൊരു കൂടുതൽ 2ാമത്തെ സിനിമയാണ്. 23-ാം തീയതി പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിലെത്തണം, കാണണം. ജോസേട്ടായിൻ്റെ കേൾക്കുന്നില്ലേ? എല്ലാവരും 23-ാം തീയതി തിയേറ്ററിലെത്തണം, കാണണം. ജോസേട്ടായും സംഘവും 23-ാം തീയതി എത്തുകയാണ്. നമസ്കാരം, ഞാൻ മമ്മൂട്ടി. ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസേട്ടായി ആയിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും അഭിനയിക്കാൻ കിട്ടിയ അവസരം ഞാൻ സന്തോഷമാണ്. ഈ പടം ഞങ്ങൾ 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. മമ്മൂക്കയുടെ കൂടെ ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. രസകരമായ ഒരു അനുഭവമായിരുന്നു, സിനിമയായിരുന്നു. എല്ലാവരും സിനിമ കാണണം. 23 സിനിമയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാം. അതെ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ പടമാണിത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു. പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം, അനുഗ്രഹിക്കണം. 23-ാം തീയതി റിലീസാണ്. നന്ദി. അഞ്ജന ജയപ്രകാശ് എന്നാണ്. ടർബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, വൈശാഖ് സാറിൻ്റെ കൂടെ, മിഥുൻ ചേട്ടൻ്റെ കൂടെ, എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 23rd പടം റിലീസാണ്. വെരി എക്സൈറ്റഡ്. എല്ലാവരും പോയി പടം കാണാം. താങ്ക് യു. നമസ്കാരം, ഞാൻ നിരഞ്ജനാനു. ടർബോ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എൻ്റെ ക്യാരക്ടറുടെ പേര് സിത്താര എന്നാണ്. 23-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പടം പോയി കാണാം. നമസ്കാരം, ഞാൻ ജോണി ആൻ്റണി. ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ 4 സിനിമ നമുക്ക് വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് 40 സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു. വൈശാഖ്, മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിൽ അഭിലാഷം ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. ജോസിൻ്റെ വരവ് അറിയിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടം എല്ലാവരും 23-ാം തീയതി കാണുക. ഒരു വലിയ വിജയമാക്കി തരിക. നന്ദി. എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. തിയേറ്ററിൽ രസകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ്. പിന്നെ ഒരുപാട് പ്രതിഭാധനരായ ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല സാങ്കേതിക പ്രവർത്തകർ,
ക്രിസ്റ്റോ അടക്കമുള്ളവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ 23-ാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമയെ ഒരു വൻ വിജയമാക്കി മാറ്റുക. അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഈ മമ്മൂക്കയുടെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ജോണറുകളൊന്നാണല്ലോ ഈ ആക്ഷൻ, കോമഡി, എന്റർടൈനിങ് ജോണർ. അപ്പൊ ഈ ഇപ്പോഴത്തെ മമ്മൂക്ക ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മമ്മൂക്കനെയാണ് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കിക്കായി കിട്ടി. എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ? അടിപൊളി. മോന്റെ പേരെന്താ? അജിത്. അജിത്. ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഈ ടെറിട്ടറിയിലുള്ള, അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്ക ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് 100% ഷുവറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല, ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യണം, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിംഗ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച് ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം. പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര രസമായിരുന്നു അത് എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ജോസച്ചാ എന്നാണ്ട് വിശേഷം? ജോസേട്ടായി ഇല്ല, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ജോസേട്ടാ എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. മോനെന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം ചായ. എനിക്ക് തോന്നുന്നു 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക മാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ് ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ല പ്രശ്നം, ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പോവാം. എങ്കിലും ആ കഥ ഈ കഥാപാത്രം സിനിമയായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും എന്ത് വലിയ ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നുവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ, എന്നാലും പരമാവധി. പിന്നെ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമാശ എന്ന് പറയാൻ പറ്റില്ല, എന്താണ് പറയുക, ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയ്ക്ക്. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവും. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ജോസേൻ്റെ എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുക. അതിങ്ങനെ അള്ള പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ച് ജോസിനെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ പറയും. മതി, അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കഥ അറിയാവെന്ന് ചോദിച്ചൊരു സംഭവം മമ്മൂക്കാൻ ഇന്നലെ ഓർമ്മ വരുന്നുണ്ട്.
ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്ന് ആര് പറഞ്ഞു എന്നോടൊന്ന് ചോദിച്ചത്. ശരി, മാഷ പറഞ്ഞില്ല. നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞതേ അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രണ്ടാമത്തെ സിനിമയായില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാടെ കൂടെ രണ്ടാമത്തെ സിനിമ. ഈ ടെറൈനിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി ജോണറിൽ നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ ഒരു അച്ചായനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ നേരത്ത് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ. അപ്പൊ എന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? അത് റീവിസിറ്റിംഗ് ഒന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാസന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ. അതാണ് അതിൻ്റെ വ്യത്യസ്തനാക്കുന്നത്. നമ്മളെ ഈ പറഞ്ഞ പോലെ കഥാപാത്രം പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ലേ. ഇപ്പോൾ കർണൻ്റെ കഥ എടുത്ത ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണൻ ഒരുപോലെ അല്ലല്ലോ. അതുപോലെ കഥാപാത്രത്തിൻ്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട്. അപ്പോൾ കഥ മാറും, കഥാപാത്രവും മാറും. അങ്ങനെയൊക്കെ എല്ലാം എടുക്കാനും പോകും. നമുക്ക് പറയണ്ടായി ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി പറഞ്ഞു. അല്ല, അതെ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ടിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒഴിച്ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും. നിങ്ങളത് ഉടക്കല്ലേ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അങ്ങനെ അതായത് ഡയറക്ടർ പറയട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സ്ട്രോങ് ആണോ, ഡബിൾ സ്ട്രോങ് ആണോ, ട്രിപ്പിൾ സ്ട്രോങ് ആണോ? നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോൾ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോ എന്ന് അറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? അങ്ങനെ വേണേ പറയാം. എന്ന് വെച്ചാൽ ഒരു സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പും ഒക്കെ നമുക്ക് കിട്ടാം. കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട്. അതിപ്പോ അത് സിനിമയിലൂടെ പോകുന്നതാണ്. അതിപ്പോ അതിന് വളരെ പോസ്റ്റഡെന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാം ഉണ്ടെന്ന്. ചോദിക്കുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നവര് സ്കാം ഉണ്ട് കഥ. നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, വൈശാഖ് സാറിന്റെ അടുത്താണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ട്രെയിലറിൽ നമ്മളൊരു റിഫൈഡ് ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാം. ആ ഷോട്ട് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് അല്ല, ആ ഷോട്ട് നമുക്കൊക്കെ എടുക്കാൻ പറ്റില്ല. അത് റിഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ്. ശരി, കാണിച്ചു തരും കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചോദിക്കേണ്ട മതി. ഇപ്പോഴും വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കൽ. മലയാള ഫിലിമിൽ ഒരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡല് വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡൽ ഉണ്ടാവും? കൊണ്ടുനോക്ക്, അല്ലെങ്കിൽ കണ്ടുനോക്ക്. രാജ്ബിഷെട്ടി അതിനൊരു മീറ്ററാക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് ക്യാരക്ടേഴ്സിനുള്ള ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ. ഇപ്പോൾ കോട്ടയം എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ ആരും സൃഷ്ടിച്ചു കണ്ടില്ല. സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക. നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത്. മമ്മൂക്കയെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് കാണുന്നത്. സോ എന്തൊക്കെ പുതിയത് കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റിയിട്ട് മമ്മൂക്കയിലൂടെ മനസ്സിലാക്കി? Everything I learned here is new. നമ്മുടെ വൈശാഖ് സാറുടെ ടെക്നിക്സ് or the way Midun has written or for example the first day I went I was a little scared because of the language. എനിക്ക് മലയാളം അറിയൂ, പക്ഷേ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റ് ആയി. എൻ്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി.
then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then, like, I was so comfortable because I knew that he's not judging me, and and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. He's just looking at me. I need to tell him. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the commercial space that bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir perform, or Vaishak, how he ideated the scene and everything. I think I really say it's a film's goal to me. But they paid me the fees, that's all. നമുക്കിപ്പോൾ ഹിറ്റ്ലർ എന്നുള്ള സിനിമയിലെ ആക്ഷൻ സീനുകളിൽ മമ്മൂക്ക എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കണ്ടാലറിയാം, നമുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലായ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി. പക്ഷെ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാം. അപ്പോൾ വൈശാഖ് ചേട്ടനോടും മമ്മൂക്കയോടാണ്. ടർബോയിൽ ഇപ്പോൾ 104 ദിവസത്തിൽ ഏകദേശം 70% സമയവും ആക്ഷനും സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല. ഈ നമ്മൾ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ടർബോയുടെ നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ വന്നത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്. ആ പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമുക്ക് എന്നോട് പറഞ്ഞിരുന്നു അടിയോടടി സിനിമ തരാമെന്ന്. വാക്ക് വലിച്ചിട്ടുണ്ട്. ഈ ഇപ്പം ഭീഷ്മറത്തിലാണ് നോക്കാൻ നേരത്ത് അതിന്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ബോൾട്ട് പോലത്തുള്ള ന്യൂ ടെക്നോളജീസുമായിട്ട് നമുക്ക് മല്ലിടുന്നതാണ്, ഇല്ലേ അതിനെ തോൽപ്പിക്കുന്നതാണ്. അപ്പൊ നേരെ മറിച്ച് ഇപ്പം ടർബോയിൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ അകത്ത് ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് മമ്മൂക്കയുടെ മല്ലിടല്? നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല. വളരെ നല്ല ധാരണ ടെക്നോളജിയിലുള്ള ആളാണ്, നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യുപ്മെൻറ്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. കണ്ടു നോക്കും. ചേട്ടാ, അപ്പോൾ ഈ മമ്മൂക്കയുടെ വോയിസ് മോഡുലേഷന്റെ ഭയങ്കര ഒരു ഫാനാണല്ലോ. അപ്പോൾ ഈ ഓസ്ലറി ഡെവിൾസ് ഓൾട്ടർനേറ്റീവും അല്ലെങ്കിൽ ഇതിനകത്ത് ടർബോ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഈ മമ്മൂക്ക ബോൾ ഗെയിമാണ്. അപ്പോൾ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ ബോളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ജോസേട്ടായി പറഞ്ഞതുപോലെ തലയ്ക്ക് മീതെ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പം വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ, രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ, ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതുണ്ടാവും. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുടെ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു കുറേ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്ക എങ്ങനെയാണ് താങ്കളെടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം? ഞാനും വൈശാഖും കൂടെ പൂനെയിൽ കണ്ണൂർ സ്പോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഓക്കെ അടിച്ചു. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ അത് ഓക്കെ അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ പറഞ്ഞൊരു ഡയലോഗാണ്. ഞാൻ ചോദിക്കുകയാണ്, മമ്മൂക്ക വീണ് കിടന്നു നമ്മൾ ഇതിൽ കാണിച്ചു. വീണ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേറൊരു ഡൂപ്പിട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക അറിയാം. വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിട്ടു. മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല. അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല, നമ്മുടെ തന്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഷോർട്ട് എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും, അത് എൻജോയ് ചെയ്യും. നമുക്ക് ഫൈറ്റ് ചെയ്തേക്കാണ്, അത് ഫൈറ്റ് ചെയ്തിരിക്കാം. നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കുക. അതാണ് സത്യം.
ജോൺ ചേട്ടായി നേരത്തെ പറഞ്ഞ പോലെ 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ചിട്ട് ഇതുവരെ അവസരമില്ല. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5ാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനി. അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല, ഒരു മാനസിക വ്യാപാരമുണ്ട്, അതാണ് എൻ്റെ വിശ്വാസം. ഈ ജോണിച്ചാന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ലാന്നോ? ഞാൻ എൻ്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കിവിടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടകയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദു ചേച്ചിനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതെ ചേച്ചി ഒരുപാട്, അതെ ഇത് ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിലെ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റാണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ചേച്ചി ഇപ്പൊ സായി ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, അയാളുടെ അയ്യുവാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ ടെർബോയില്? തീർച്ചയായിട്ടും. അത് ടർബോ മാത്രമല്ല, അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. ഇതെനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നോ അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിൻ്റെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല, അത്രയും. ഇത് ശരിയാക്കണേ. സിനിമകളെന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്തു വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മപുരത്തില് സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെയർ. അതിനുശേഷമാണ് നമുക്കടെ ടർബോയില് ക്രിസ്റ്റ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിന് പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനം ഉണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെന്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പുറത്ത് ടർബോ വന്നത്. അപ്പൊ ആദ്യം ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാൻ ഇത് ബ്രഹ്മയുഗത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകമ്പനം കൊള്ളിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കിയിട്ട് പറ. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്, എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സൗത്ത് സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില്. അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. മൊത്തത്തില് ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇല്ല, ഇത് ടെക്നോളജി ഇല്ല, പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ മാനുവലി അല്ല, അല്ലാതെ ഡിജിറ്റലി ഇതിലും സിന്ധിലുമായിട്ട്. അതെ, ഇത് മറ്റേ പണിയായിരുന്നു. ഇതിൽ മറ്റേ ഫുൾ സിന്ധിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മമ്മൂക്കയുടെ സ്ലോ മോഷൻ ഷോട്ട്സിന് വേണ്ടിട്ട് RR ചെയ്യില്ലേ? അപ്പൊ ഈ ഫാൻ ബോയ് ഉണരുമോ? ക്യാരക്ടറിന് സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഡ്രിനാലിൻ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ എന്താ നോക്കാം. ശബരീഷ്, ഇപ്പൊ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജു മനോനിൽ കാണാം,
ജയറാമിൽ കാണാം. അങ്ങനെ എല്ലാ ആളുകളിലും മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള ആളാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാണ്. അപ്പൊ ടെർബോ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ആണെന്നല്ലേ പറഞ്ഞ ഇപ്പൊ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ അതില്. നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. എങ്ങനെ ടർബോ ജോസിന്റെ ലുക്കിലേക്ക് എത്തി? ഹെയർ കട്ടാണ് ഉദ്ദേശിച്ചത്. ആരും ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടതെന്ന് പേര് ചെയ്താ. അതിനുമുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടി. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് പണിത് നോക്കിയതാണ്. അപ്പോൾ തിരക്കേടില്ലാന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടികളുണ്ടാകും ഇല്ലേ. പൂർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചതുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞ് പിന്നെ വളരെ കുറേ സമയം എടുക്കുമല്ലേ. അപ്പോൾ അതിന് മുമ്പ് പടം തുടങ്ങണം. അപ്പോൾ പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടും ഒക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മമ്മൂക്ക വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഇവിടുത്തെ വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികളുടെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറേ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റോണ്ടിരിക്കുക. പൊട്ടിച്ചു ചവിട്ടിയത്. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സീനിലത്തെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തത്. അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്ത് ചെയ്യല്ല. കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എല്ലാം സേഫ് ആക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുപ്പല്ലേ. അതൊരു സാഹസികതയൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ. വേറെ ആർക്കും ഒന്നും പറ്റില്ലെന്ന് മാത്രമേ. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല. ചെറിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ എന്തായാലും എല്ലാം നടക്കൽ മനെ. ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടികളാണ്. വല്ല പണി നടക്കും. ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. 2ാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ് മീറ്റിനിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത് ഓക്കെ. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. സ്വാഭാവികമായിട്ട് ആ ചിന്തകൾ ഇമാജിനേഷൻസ് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ. ഇപ്പൊ നായകനാണെങ്കിലും വിഷ്ണുവാണെങ്കിലും ഭീഷ്മറാണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക. അപ്പൊ ഈ ഒരു മമ്മൂക്കനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒന്ന്, ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാമെന്ന് എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാൾ തന്നെയുള്ള ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നല്ലാതെ അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിൽ തന്നെ അതിന്റെ മമ്മൂക്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാവും. അത് ഞാൻ പൊതുവെ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിനിസ്റ്റർ രാജ വരാറായി. മിസ്റ്റർ രാജന് വേണം. അതെ, ഇന്നിപ്പോ നമുക്ക് ടർബോ കഴിയട്ടെ. ടർബോയിലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലും വഴക്കം വന്ന് അങ്ങനത്തെ ഒരു അടിക്കാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ
മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നുമല്ല. നാട്ടിൻപുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഈ ഹൈ റേഞ്ചസിൽ കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്ത ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളെക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത്. അതിനകത്തുള്ള അടിയെ നടക്കുള്ളൂ. മനസ്സിലാവുന്നില്ല ഞാൻ പറയാം. നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ ഇടി കൊണ്ട് പമ്പരമായി പോകും. പക്ഷെ ജോസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു സമാധാനം. ഒരു സർവൈവൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക്. കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് ഇതാണ് കഥ. ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബലിന്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ടർബോ ആണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാവുക, അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നിന്നടക്കം എൻക്വയറി വരുന്നുണ്ട്. അവിടെ റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കടെ അപ്രൂവലനുസരിച്ചിരിക്കും. ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും. റിലീസാവട്ടെ, ആൾക്കാർ കാണട്ടെ. ഇപ്പം എല്ലാം തരുക ഇതേ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആണ് തമാശ. അവിടെ ഈ പറയുന്നതോടെ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവില്ല. ഒരു ഷോ, 2 ഷോ, 3 ഷോ, പിന്നെ ഓരോ ദിവസം കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിങ്ങും വെക്കാൻ പറ്റില്ല. ഇതിൽ കുറെ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ, അവരൊന്ന് പേരുകളൊന്ന് പറയുകയാണെങ്കിൽ. ഇതിനകത്ത് മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റില്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിന്റെ അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്. തരികയും ചെയ്യും. തന്നിലെ പിടിച്ച് മേടിക്കും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവും. നമ്മുടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവർ അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, അത് മിക്കവാറും ഉണ്ടാവും. രാജമാണിക്യം കണ്ടിരുന്നു. അപ്പം ഫഹദിനെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയണ്ടായി, രാജമാണിക്കും ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നു ചിത്രം. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈല് തന്നെയാണ്. നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി, നമ്മുടെ ഒരു റെഫറൻസ് വെച്ചാൽ ഓക്കെ. പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. മിഥുൻചേട്ടൻ പറഞ്ഞ പോലെ സിത്താര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ബാങ്കറാണ്. എബിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി ഉണ്ടായിരുന്ന സെറ്റാണല്ലോ ടർബോ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഉൾപ്പെടെ. അപ്പൊ ഈ ടർബോന്റെ ഒരു ജേണി, മമ്മൂക്കയുടെ കൂടെ തക്ലീഫ് ഡയലോഗുകളൊക്കെ അടിച്ചു നടക്കുന്ന ജേണി. അല്ല, അത് 23-ാം തീയതി എന്തായാലും അറിയാലോ. പിന്നെ മിഥുൻ ചേട്ടൻ പറഞ്ഞ പോലെ ജോസേട്ടായി എന്റെയും കൂടെയാണ്. അതാണ്. Director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is like, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk, and in spite of it, he goes. I think that is something like the whole industry, the Indian industry or the world, need to observe and learn.
എന്നൊരു തോട്ടാണ്. I think we need to learn it. It's not easy to have, everybody is insecure, especially artists. To have no insecurities when you select script and, for example, the moment somebody 1,000 people clap, you want 2,000 people to clap. Then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film which might be completely personal like Kadal. And also a thriller and horror thriller like Brahmayugam, and then he comes with a turbo. I don't know how. Maybe he need to explain, but it's beautiful to see and wonder. അപ്പോൾ ഈ ചോദിച്ചതിനുള്ള ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ നിങ്ങൾ ചോദിച്ചതെന്ന് പറയാം. കബീർ സിംഗ് ദുഹാൻ അറിയാലോ, അദ്ദേഹമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ വസന്ത് രവി ഉണ്ട്, നമോ നാരായണൻ. അങ്ങനെ 80ഓളം പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാലോ, ഷാജി നെടുവിൽ, അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞു വന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം നമുക്കൊരു ചോദ്യം. ഇപ്പൊ RJ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ ഈ അടുത്ത് പറഞ്ഞിരുന്നു, മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കുറെ നേരം ഡിസ്കസ് ചെയ്യേണ്ടി വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും ഇമേജിനെ ബാധിക്കുന്നത്. നമുക്ക് എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് വന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അതിന്റെ പേരിലുള്ള കാര്യം എന്താ? നേരത്തെ പറഞ്ഞ ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. നമുക്ക് ആ ഡയലോഗ്, കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വിളിക്കാം. ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയണം. അല്ല, നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ പടത്തിലേ പറയുള്ളൂ, എനിക്കറിയാം. അല്ല മിഥുന ആ ഡയലോഗ് ഇതും മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിച്ചോ. എന്റെ ഡയലോഗ് മമ്മൂക്ക വീണ് കഴിഞ്ഞു. ഞാൻ വീഴുവാണല്ലോ, ഞാൻ വീഴുവാണെങ്കിൽ എൻ്റെ കൂടെ 10-15 പേരും കൂടെ മമ്മൂക്ക ഞങ്ങൾ സിനിമയ്ക്ക് വേണം, ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? പൊളിക്കണ്ട നമുക്ക്, വീഴരുത് ഒരിക്കലുമില്ല. മുന്നിലിരുന്ന് 10-15 പേരൂടെ പോകും, ഒരുത്തനും വീടരുത്. എല്ലാവരും നല്ല എനർജി ആയിട്ട് പുഷായിട്ടിരിക്കും. എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ജോർജേട്ടോ പിള്ളേരുടെ ശ്രീകണ്ഠൻ നായരുടെ നമ്മളെ വേണ്ട എടുത്തു പോകും. താങ്ക് യു. നമുക്കൊരു സെൽഫി അത് മറന്നു, ഞാൻ ആ കുട്ടിയുടെ